الملائكة طيبين الذين تتوفاهم الملائكة طيبين നല്ല മനുഷ്യരുടെ റൂഹിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, നല്ല മനുഷ്യരുടെ റൂഹിനെ പിടിച്ചുകൊണ്ട് ആകാശലോകത്തേക്ക് പോകുമ്പോ യഖൂലൂന സലാമുൻ അലൈക്കും, മാലാഖമാര് പറയും സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയുണ്ട്, സലാമുണ്ട്. ഉദ്ഖുലുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാം, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് മാലാഖമാര് പറയുകയാണ്. അപ്പൊ നല്ല രൂപത്തിൽ മരിച്ചാൽ സ്വർഗമാണ് നമുക്ക് ലഭിക്കുന്നത്. നല്ല രൂപത്തിൽ മരിക്കണമെങ്കിലോ നല്ലവരായി ജീവിക്കണം. മഹാനായ അലി റളിയല്ലാഹു അൻഹു മരണമാസന്നമായി കിടക്കുമ്പോൾ കൂട്ടുകാരെല്ലാം സമീപത്ത് നിന്നുകൊണ്ട് കരയുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാർ മുഴുവനും കരയുകയാണ്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ചിരിക്കുകയാണ്. മരണമാസന്നമായി കിടക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് നിന്നുകൊണ്ട് കൂട്ടുകാരൊക്കെ വാവിട്ട് കരയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ചിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് കൂട്ടുകാർ ചോദിച്ചു, അലിയേ നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ഞങ്ങളെല്ലാവരും നിങ്ങളുടെ വേർപാടിൽ വേദനിച്ച് കരയുകയാണല്ലോ, പിന്നെന്തിനാ നിങ്ങൾ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കൂട്ടുകാരേ ഹാദാ അമാമി, ഹാദാ റസൂലുള്ളാഹി അമാമി, എന്റെ മുമ്പിൽ ഇതാ അല്ലാഹുവിന്റെ ഹബീബിനെ ഞാൻ കാണുകയാണ്, എന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബിനെ കാണുകയാണ്. വയമീനിഹി അബൂബക്കർ, ആ റസൂലുള്ളാഹിന്റെ വലതുഭാഗത്തേക്ക് ഞാൻ നോക്കുമ്പോ അവിടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണുള്ളത്. വശിമാലിഹി ഫാത്തിമ, ആ റസൂലുള്ളാഹിന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നത് അത് റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പ്രവാചകർ തന്നെ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് ഞാൻ കാണുന്നത്. ഞാനിങ്ങനെ കാണുകയാ, റസൂലുള്ളാഹിനെ കാണുന്നു, അബൂബക്കറിനെ കാണുന്നു, ഉമറിനെ കാണുന്നു, അതേപോലെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമാനെയും കാണുന്നു. ഇത് കണ്ട് ഞാൻ എങ്ങനെയാ ചിരിക്കാതിരിക്കുന്നത്? എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണമാസന്നമാകുന്ന സമയത്ത് ശൈത്താന്റെ വല്ലാത്ത ശല്യമുണ്ടാകുന്ന ഒരു സമയമാദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാത്തിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാത്തിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണമാസന്നമാകുന്ന സമയത്ത് ശൈത്താന്റെ ശല്യമുണ്ടാകും. അതാണ് ബദരീങ്ങളെ കൊണ്ട് അല്ലാഹുവേ അവനിങ്ങനെ കൂസിനെ കാട്ടുകയാണ്, ഇബ്ലീസ് കോപ്പ കൊണ്ട് കാട്ടുകയാണ്, വെള്ളവുമായി ഞാൻ നിന്നെ സഹായിക്കാം, എന്നെ കൊണ്ട് നീ വിശ്വസിക്കോ, എന്റെ തരീഖത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് വന്ന് നമ്മളെ ഓരോരുത്തരെയും സമീപിക്കുന്നതാണ്. ആ സമയത്ത് അല്ലാഹുവേ അവന്റെ ശർറിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ആ മരണമാസന്നമായി കിടക്കുന്ന അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ റസൂലുള്ളാഹി അമാമി, എന്റെ മുമ്പിലേക്ക് വന്നത് അല്ലാഹുവിന്റെ ഹബീബാണ്. വയമീനിഹി അബൂബക്കർ വ ഉമർ, റസൂലുള്ളാഹിന്റെ വലതു ഭാഗത്ത് അബൂബക്കറും ഉമറുമുണ്ട്. വശിമാലിഹി ഫാത്തിമ, റസൂലുള്ളാഹിന്റെ ഇടതു ഭാഗത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമയുമുണ്ട്. ഇത് കണ്ടുകൊണ്ട് എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുമോ കൂട്ടുകാരെ? എന്നിട്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതേപോലെ മരിക്കുന്ന സമയത്ത് പ്രവാചകരെ നിങ്ങൾക്ക് കാണണോ, അബൂബക്കറിനെ നിങ്ങൾക്ക് കാണണോ, ഉമറിനെയും ഫാത്തിമാനെയും നിങ്ങൾക്ക് കാണണോ? എന്നാൽ ലിമിത്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ,
നിങ്ങൾ ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്തോ, കൃത്യമായി നിസ്കരിച്ചോ, സുഹൃതങ്ങൾ ചെയ്തോ, എന്നാൽ നിങ്ങൾക്കും മരണമാസന്നമാകുന്ന സമയത്ത് പ്രവാചകര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് ഭൂമിയിൽ നിന്നും വിട പറയാമെന്ന് അലി റളിയല്ലാഹു എന്ന് പറയുകയാ. എന്താ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത? എന്തായിരുന്നു മഹാനവറുകൾക്ക് ഇഷ്ടമുള്ള കാര്യം? മഹാനവറുകൾ പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയന്നാസി സലാത്ത്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ഭൗതിക ലോകത്ത് 3 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. എന്താണ്? ഒന്നാമത്തേത് അൽ ഖിദ്മത്തു ലില്ലൈഫ്, അൽ ഖിദ്മത്തു ലില്ലൈഫ്, അതിഥികളെ സൽക്കരിക്കുക, അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഈ ഭൂമിലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്റെ വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ അവർക്ക് വേണ്ടതുപോലെ ഭക്ഷണങ്ങൾ വെച്ച് വിളമ്പുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ ഇവിടെ എത്തിയപ്പോൾ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ഏത് കഴിക്കണമെന്നറിയില്ല. എല്ലാ ഐറ്റംസും അല്ലാഹു അവർക്ക് സ്വർഗത്തിലെ ഭക്ഷണം നൽകുമാറാവട്ടെ. നമുക്കും അവർക്കും സ്വർഗീയ ഭക്ഷണം രുചിക്കാനും ആസ്വദിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടത് അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളതാണ്. അൽ ഖിദ്മത്തു ലില്ലൈഫ്, അൽ ഖിദ്മത്തു ലില്ലൈഫ്, അതിഥികൾ വീട്ടിലേക്ക് വരുമ്പോൾ മാലാഖമാരുമായിട്ടാ പ്രിയമുള്ളവരെ വരുന്നത്. നമ്മളോ അതിഥികൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ മുഖം കറുത്തവരായി, ഇന്നത്തെ ആധുനിക സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വിരുന്നിനായി വരുന്നത് ഇഷ്ടമില്ലാത്തൊരു സംഭവമായി മാറിയിരിക്കുകയാ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മാലാഖമാരുമായിട്ടാണ് ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ ആ പടിവാതിൽക്കൽ കടന്ന് അകത്തേക്ക് കടക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതാണ് അതിഥികൾ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരെ സൽക്കരിക്കുക എന്നുള്ളതാണ്. അൽ ഖിദ്മത്തു ലില്ലൈഫ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിമുൽ ലൈഫാ, ആരെങ്കിലും അല്ലാഹുവിലും ദിനത്തിലും വിശ്വസിച്ചവരാണെങ്കിൽ, യഥാർത്ഥ മുഅ്മിനീങ്ങളാകണമെങ്കിൽ ഫൽയുക്രിം ലൈഫഹു, അവന്റെ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ. അപ്പൊ അതിഥി സൽക്കാരം ഈമാനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അലി തങ്ങൾ പറയുകയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അതിഥിയെ സൽക്കരിക്കല. രണ്ടാമത്തെ കാര്യം എന്താ? വസ്സൗമു ബില്ലൈഫ്, വസ്സൗമു ബിസ്സൈഫ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വസ്സൗമു ബിസ്സൈഫ്, ഉഷ്ണകാലത്ത് ചൂടുള്ള സമയത്ത് നോമ്പനുഷ്ഠിക്കലാണ്, ചൂടുള്ള സമയത്ത് നോമ്പ് നോക്കലാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. നമ്മൾ റമളാൻ നോമ്പ് വരുമ്പോൾ നമ്മൾ കരുതും, പടച്ചോനെ ഇത് മഴയത്തെങ്ങാണം വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, മഴയായിരുന്നുവെങ്കിൽ ക്ഷീണവും ഇല്ല, വിശപ്പും ഇല്ല, ഒന്നുമില്ല, അത് നന്നായിരുന്നു നമ്മളൊക്കെ പറയും. എന്നാൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചൂട് കാലത്ത് ഉഷ്ണസമയത്ത് നോമ്പ് പിടിക്കലാണ്, അതെന്റെ ഒരു ഹോബിയാണെന്ന് മഹാനായ അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇതാണ് മഹാനവറുകൾ ചെയ്യുന്ന രണ്ടാമത്തെ സുഹൃതം. പിന്നെന്താ? വല്ലറുദു ബിസ്സൈഫ്, വല്ലറുദു ബിസ്സൈഫ്, അല്ലാഹുവിന്റെ മാർഗത്തിലായി അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ പോരാടലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അനീതിക്കെതിരെ പോരാടുക, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട അലി തങ്ങൾ പറയുകയാണ്, ഇങ്ങനെയൊക്കെ വന്നതിന്റെ കാരണം, മരണസമയത്ത് എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞതിന്റെ കാരണം ഇങ്ങനെയൊക്കെയുള്ള സുഹൃതങ്ങൾ ചെയ്തത് കൊണ്ടാ. ഇതേപോലെ ഈ റസൂലുള്ളാഹിനെ കാണണമെങ്കിൽ ലിമിസിലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, നിങ്ങളും സുഹൃതങ്ങൾ ചെയ്യുക. അങ്ങനെ ചെല്ലുമ്പോഴാണ് മലക്കുകൾ വിളിച്ചു പറയുന്നത്, സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് സ്വാഗതമുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോ എന്ന് മാലാഖമാർ മരിച്ചു ചെല്ലുമ്പോൾ സുഹൃതങ്ങൾ ചെയ്തവരാണെങ്കിൽ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നല്ല രൂപത്തിൽ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമതായിട്ടോ, ചീത്ത മനുഷ്യർ മരിക്കുമ്പോഴോ, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ളാലിമീ അൻഫുസിഹിം, സ്വശരീരത്തോട് അക്രമം ചെയ്ത ആളുകൾ,
വ്യഭിചരിച്ച ആളുകൾ, കള്ളുകുടിച്ച ആളുകൾ, പലിശ വാങ്ങിയ ആളുകൾ, തിന്മകൾ കൊണ്ട് ജീവിതം നയിച്ച ആളുകൾ, പാതിരാവിന്റെ പഴുതിൽ പടച്ചവനെ കണ്ണുവെട്ടിച്ചുകൊണ്ട് നടത്താമെന്ന് വിചാരിച്ചവർ, പല അനാശാസങ്ങളും നടത്തിയവർ, അവർ മരിക്കുമ്പോഴോ അതേ മാലാഖമാര് വിളിച്ചു പറയുകയാണ്, നിനക്കിവിടെ ഒരു സാഗരവുമില്ല, നിനക്കിവിടെ ഭയാനകമായ ശിക്ഷയാണ്. അള്ളാഹു നീ ചെയ്ത പ്രവർത്തനങ്ങളെ മുഴുവനും അറിയുന്നവനായിരുന്നുവല്ലോ, അതുകൊണ്ട് ഇവിടെ നിനക്കൊരു സാഗരവുമില്ല, ഇവിടെ നിനക്കൊരു സന്തോഷവുമില്ലെന്ന് വിളിച്ചു പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, മോശപ്പെട്ട ആളുകൾ മരിച്ചു പോകുമ്പോ ഭൂമി മുഴുവനും അങ്ങ് സന്തോഷിക്കുമെന്ന, മോശപ്പെട്ട ആളുകൾ മരിച്ചു പോകുമ്പോ, ഈ ഭൂമിയിൽ നിന്നങ്ങ് മരിച്ചു പോകുമ്പോ ഭൂമിയിലുള്ള മൃഗങ്ങളും ഭൂമിയിലുള്ള സസ്യങ്ങളും എല്ലാ വൃക്ഷങ്ങളും അത് കാരണം സന്തോഷിക്കുമെന്നാണ്. ഒരു തെമ്മാടിയായ മനുഷ്യൻ മരിച്ചു പോകുമ്പോ സന്തോഷിക്കുന്നതാരാ? അവിടെയുള്ള ജനങ്ങൾ മുഴുവനും സന്തോഷിക്കും. എന്നതുപോലെ ഇവിടെയുണ്ടാകുന്ന എല്ലാ വൃക്ഷ